ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് ഒരു ഇംഗ്ലീഷ് മൂവി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇംഗ്ലീഷ് ഇറ്റാലിയൻ മൂവി എന്നൊക്കെ പറയാം. ക്ഷമ ഉണ്ടെങ്കിൽ മാത്രം, നല്ല ക്ഷമ വേണം, നല്ല ക്ഷമ ഉണ്ടെങ്കിൽ മാത്രം കാണാൻ പറ്റിയ ഒരു സിനിമയുടെ സ്റ്റോറി എന്താണെന്നൊന്നും അറിയാതെ പോയി കാണാൻ പറ്റിയ ഒരു സിനിമയുടെ പേര് വരുന്നത് ദ ഗേൾ വിത്ത് ദ നീഡിൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയാണ്. ശരിക്കും പറയാണെങ്കിൽ ഇവര് സിനിമ നമ്മളിങ്ങനെ കണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരെന്ത് തേങ്ങയാണ് കാണിക്കുന്നത്, എന്താണ് സംഭവം, എവിടേക്കാണ് സിനിമ പോകുന്നത് എന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കും, ഇത് എവിടെ കൊണ്ട് വെച്ചാൽ അവസാനിപ്പിക്കുക, എന്തായിരിക്കും സംഭവം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് പിന്നെ നമ്മൾ ഇതെന്താ സംഭവിക്കാന്നുള്ള ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും ഒരു സംഭവമാണ് നടക്കുക. എന്താ പറയുക, വലിയായിട്ടുള്ള സംഭവം കാര്യങ്ങളൊന്നുമല്ല, ഒരു സംഭവം നടക്കുക. അതാണ് സിനിമയുടെ കോർ എന്ന് പറയുന്നത്. ശരിക്കും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഡിസ്റ്റർബിങ് മൂവിയാണ്. നമ്മളെ ശരിക്കും അറിയാമെങ്കിൽ ഹോണ്ട് ചെയ്യും. നമ്മളെ ഇങ്ങനെ സിനിമ കഴിഞ്ഞതിന് ശേഷവും നമ്മളെ അതിങ്ങനെ അലോസരപ്പെടുത്തും. ആ രീതിയിലുള്ളൊരു സിനിമയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയാണ്. 1920 കാലഘട്ടത്തിൽ ആ ഒരു ഫസ്റ്റ് വേൾഡ് വാർ, ഒന്നാം ലോകമായുധ ആ ഒരു കാലഘട്ടത്തിലെ ആ ഒരു എന്താ പറയുക ദാരിദ്ര്യം പിടിച്ച ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വളരെ പിന്നെന്താ പറയുക ബാക്ക്വേർഡായി നിൽക്കുന്ന ആ ഒരു കൺട്രി കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. അവിടെ നടക്കുന്ന ഒരു നമ്മുടെ കരോളിന എന്ന ഒരു സ്ത്രീയുടെ കഥയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ കണ്ടു നോക്കുക, ക്ഷമയുണ്ടെങ്കിൽ മാത്രം സിനിമ കാണാം. നമ്മൾ ശരിക്കും പറയാൻ നമ്മൾ ഹോണ്ട് ചെയ്യും ഈ ഒരു സിനിമ എന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല, റിയൽ ആയിട്ട് നടന്ന റിയൽ ഇൻസിഡൻ്റ് ആയിട്ട് ബേസ് ചെയ്തുകൊണ്ട് എടുത്തൊരു സിനിമ എന്ന് കൂടി കേൾക്കുന്ന സമയത്ത് ശരിക്കും ഇതുപോലൊക്കെ സംഭവങ്ങൾ ശരിക്കും നടന്ന സംഭവമാണ് എന്നുള്ളത് കേൾക്കുമ്പോൾ അതും കൂടി കേൾക്കുമ്പോഴാണ് നമുക്ക് ഒന്നുകൂടി ഒരു ഇത് വരിക. അതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്നുള്ളത്. ശരിക്കും 2 മണിക്കൂർ സിനിമയുടെ ദൈർഘ്യം വരുന്നുണ്ട്. ഭയങ്കര ലാഗ്. ആ ഒരു സംഭവത്തിലേക്ക് എത്തിപ്പെടാൻ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ശരിക്കും 1 മണിക്കൂറിനുള്ളൊക്കെ തീർക്കാവുന്ന ഒരു സംഭവമേ ഉള്ളൂ ഈ സംഭവം എന്നുള്ളത്. പക്ഷെ അതിലേക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ എടുക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ, അതിങ്ങനെ കണ്ടിരിക്കാം നമുക്ക്. ഒരു 18+ ആണ്. പിന്നെ കുറച്ച് രംഗങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മാത്രമല്ല ഡിസ്റ്റർബിങ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഈ സിനിമയുടെ മെയിൻ ആയുള്ള സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു സിനിമയുടെ സ്റ്റോറി ഇത് എന്താണ് എന്നുള്ളത് നമ്മൾ എവിടെയും നോക്കരുത്, എവിടെയും മനസ്സിലാക്കാതെ പോയിരുന്ന് കാണാം. ഇതുപോലുള്ള ലാഗ് ഇഷ്ടപ്പെടുന്ന സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലാണ്, ലാഗുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അതുമാത്രമല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു സംഭവം എന്താന്നുള്ളത്, ആ ഒരു ചെയ്ത സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ആ ഒരു ലാഗ് എന്നുള്ള സംഭവം, അതായത് ഈ സ്ലോനെസ് ഉള്ള സംഭവം എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ സിനിമ കണ്ടു നോക്കുകയാണെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കണ്ടു നോക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് ഈ സിനിമ പോകുന്നത്. ദ ഗേൾ വിത്ത് ദ നീഡിൽ എന്നാണ് സിനിമയുടെ പേര്. ഓസ്കാർ നോമിനേഷൻ ഒക്കെ പോയ സിനിമയാണ്. ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് സിനിമ എന്നുള്ളതാണ്. ആ ഒരു പ്രത്യേകത കൊണ്ടാണ് സിനിമ കണ്ടത്. പിന്നെ പല സ്ഥലത്തും നല്ല നല്ല റിവ്യൂസ് കാര്യങ്ങളൊക്കെ കേട്ടു. അടിപൊളിയാണ്, നല്ല സിനിമയാണ്, കണ്ടു നോക്കുക പറഞ്ഞ് പല സ്ഥലത്തും കണ്ടു. പിന്നെ മലയാളം സബ്ടൈറ്റിൽ ചെയ്തിട്ടുണ്ട്. മൂവി വ്യൂവറാണെന്ന് തോന്നുന്നു, മലയാളം സബ്ടൈറ്റിൽ ചെയ്തിട്ടുണ്ട്. എന്നാലും കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളായിരിക്കും എൻ്റെ അഭിപ്രായങ്ങളെക്കാൾ കൂടുതലായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, കണ്ടവരുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കയറുന്ന സമയത്ത് ഈ ഒരു വീഡിയോ കാണുന്നവർക്കും അതൊരു ഉപകാരമാകുന്നുള്ളതാണ്. സിനിമ കാണണോ വേണ്ടയോ എന്നുള്ള തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടു നോക്കുക, കണ്ടവർ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.